ഇന്നൊരു ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും എല്ലാം കൂടി ആയാലോ? മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? എല്ലാവരുടെയും പരാതിയാണ് കേട്ടോ, സോഫ്റ്റായി കിട്ടുന്നില്ല അല്ലെങ്കിൽ പുളിച്ച് കറക്റ്റായി വരുന്നില്ല എന്നുള്ളത്. അതിനുള്ള ട്രിക്കും ഇതിൽ പറയുന്നുണ്ട്. ഞാൻ അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആണ് ഇടുന്നത്, അരയ്ക്കുന്നതും സെപ്പറേറ്റ് ആണ്. ഓവർ വെള്ളത്തിൽ കുതിർക്കാറുമില്ല. ഒരു 6 മണിയാകുമ്പോൾ ഇട്ട് ഒരു 8:30 9 മണിയാകുമ്പോൾ അരയ്ക്കും. അതാണ് പതിവ്. അരയ്ക്കുമ്പോൾ തന്നെ ആദ്യം അരി അരച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് വെള്ളം ചേർക്കുക. അപ്പോൾ നമുക്ക് വേഗം അരച്ചെടുക്കാനും സോഫ്റ്റ് ആവാനും പറ്റും. ഇതുപോലെ വിരൽ കൊണ്ടൊന്ന് തോണ്ടി നോക്കിയാൽ അതിൽ തരം കൊണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റും. ആ ഒരു ലെവലാണ് അതിൻ്റെ കണ്ടീഷൻ. പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടപ്പിൽ നോക്കിയാൽ നമുക്കറിയാം, കറങ്ങി വരുമ്പോൾ അടപ്പിലും തരങ്ങില്ലാണ്ട് സോഫ്റ്റായിട്ട് വരും. അങ്ങനെ അരി അരച്ചു ഉഴുന്നും അരച്ചു രണ്ടും കൂടെ പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതുപോലൊരു കത്തി എടുത്ത് വെക്കും. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് അറിയില്ല. പണ്ട് മുതലേ അമ്മയൊക്കെ ചെയ്ത് കണ്ടുവരുന്നത് കൊണ്ട് ഞാനും അത് തുടർന്ന് പോരുന്നു. വെയിറ്റായിട്ട് വേറെ എന്തെങ്കിലും വെച്ചാലും മതിയായിരിക്കും. അപ്പോൾ ഇത് രാവിലെ നമ്മൾ എണീറ്റ് വന്നപ്പോഴേക്കും ഓവർ പൊളിച്ചിട്ടുമില്ല, പൊന്തിയിട്ടുമില്ല. നമുക്ക് പാകത്തിനുള്ള പുളിപ്പും കിട്ടിയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് ദോശ ഒഴിക്കുന്നു. ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നീട് സ്ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ടാകും. മൂട തുറന്നു കഴിഞ്ഞാലും ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മറച്ചിടുകയാണെങ്കിൽ വേഗം നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രവും ചൂടായി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. തട്ടിലേക്ക് ഒരല്പം വെള്ളം നല്ല ചൂടോടുകൂടി വേണം ഒഴിക്കാൻ കേട്ടോ. എപ്പോഴും വെച്ച ഉടനെ തന്നെ ഒഴിച്ചാൽ നമുക്ക് കിട്ടാൻ പാടാം. നമ്മൾ ഇഡ്ഡലി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പം അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറില്ലേ, അതുകൊണ്ടാണ്. ഒന്ന് നമ്മളത് നല്ല ചൂടായതിന് ശേഷം ഒഴിക്കുക. ഒഴിക്കുന്നതിന് മുമ്പ് ഒരല്പം എണ്ണ തടവി കൊടുത്തിട്ടും കൂടി ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അത് തിരിച്ചെടുക്കാൻ നേരത്ത് വേഗം തന്നെ കിട്ടും. നോക്കൂ, മൂട തുറക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന ഇഡ്ഡലി റെഡിയായില്ലേ? ഇതുപോലെ പൊന്തി വരണം, അതാണ് അതിൻ്റെ പാകം. നമ്മളൊന്ന് വിരലും കൊണ്ട് തൊട്ടാൽ തന്നെ പുറത്തേക്ക് വരും. ആ രീതിയിലാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് നമ്മുടെ ദോശകളും അപ്പുറത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കറി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇവിടെ സാമ്പാറും ചമ്മന്തിയുമാണ്. പിള്ളേർക്ക് സാമ്പാർ ഇഷ്ടമില്ല. ചെറിയ ആൾക്കല്ല കേട്ടോ, മൂത്ത ആൾക്ക്. ചെറിയ ആൾ സാമ്പാറിൻ്റെ ഇഷ്ടപ്രിയനാണ്. അങ്ങനെ അതും സെറ്റായിട്ടുണ്ട്. ആരുഷിന് വൈറ്റ് ചമ്മന്തിയാണ് ഇഷ്ടം. ഹോട്ടലിലെ ചമ്മന്തിക്ക് അവൻ പറയുന്നതാണ് വൈറ്റ് ചമ്മന്തി. അപ്പോൾ അവന് കൊണ്ടുപോകാനും അത് തന്നെയാണ് അരയ്ക്കുന്നത്. അതിൽ വേറൊന്നും ചേർക്കാറില്ല കേട്ടോ. തേങ്ങ എടുത്തതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയുള്ളിയും മാത്രമാണ് അരയ്ക്കാറ്. ഒരു കഷ്ണം മുളകും കൂടി ചേർത്ത് നമുക്കെടുക്കാം. അവരെ പറ്റിക്കാനായിട്ട് മിക്കയാന്നോ പാണ്ടയാന്നോ ഒക്കെ പറഞ്ഞ് ഇതുപോലെ 2 കണ്ണും മൂക്കോ അല്ലെങ്കിൽ 2 ചെവിയൊക്കെ വരച്ചങ്ങ് കൊടുക്കും. അതാകുമ്പോൾ അവന് ക്ലാസ്സിൽ കൊണ്ടുപോകാനും ഇഷ്ടമാണ്. കഴിക്കാനും എളുപ്പമാണല്ലോ, ചെറുതാകുമ്പോൾ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറ്റിക്കണ്ടേ. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. രാവിലെ തന്നെ അവരെയും കഴിപ്പിച്ച് അവരെ സ്കൂളിലും വിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കാനും എടുത്തു. ഇഡ്ഡലി ആയാലും ചമ്മന്തി ആയാലും സോഫ്റ്റ് ദോശയാണെങ്കിൽ നമുക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കില്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.